ഹലോ ഗൈസ്, വൺ പീസിലെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് തിയറീസ് ആണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന എൽബാഫ് ആർക്കിൽ കുറേ ഫ്ലാഷ് ബാക്ക്സ് നമ്മൾ കണ്ടല്ലോ. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ബ്രൂക്കിൻ്റെ ഫ്ലാഷ് ബാക്കാണ്. ഇങ്ങനെ ചുമ്മാ ആവശ്യമില്ലാത്ത ഫ്ലാഷ് ബാക്കുകളൊക്കെ കുത്തി നിറച്ച് വൺ പീസ് ഇങ്ങനെ ലാഗാക്കി ഓട കൊണ്ടുപോവാണെന്ന് കുറേ പേര് പറയുന്നുണ്ട്. പക്ഷേ ഇതങ്ങനെ ആവശ്യമില്ലാത്ത ഒരു ഫ്ലാഷ് ബാക്കാണെന്ന് തോന്നുന്നില്ല. ബ്രൂക്ക് തന്റെ ഫ്ലാഷ് ബാക്ക് സ്ട്രോ ഹാറ്റ് ക്രൂവിനോട് നറേറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ പുള്ളിക്കാരൻ പറയുന്നുണ്ട്, എസ്പീരിയ എന്ന് പറയുന്ന മുൻപ് എക്സിസ്റ്റ് ചെയ്തിരുന്ന ഒരു കിങ്ഡത്തിലെ ബാറ്റിൽ കൺവോയിയുടെ കമാൻഡർ ആയിരുന്നു ഞാനെന്ന്. സോ ഇപ്പോൾ അങ്ങനെ ഒരു കിങ്ഡം ഇല്ല. ഒരു ട്രേസും ഇല്ലാതെ ലുലൂസിയെയൊക്കെ നശിപ്പിച്ചതുപോലെ തന്നെ വേൾഡ് ഗവൺമെന്റ് നശിപ്പിച്ചതാകാനേ വഴിയുള്ളൂ. അവിടുത്തെ പ്രിൻസസ് ഷുറി, ഇപ്പോഴത്തെ ഗുങ്കോ, ഒരു ഹോളി നൈറ്റ് ആണ്. അതേപോലെ തന്നെ അവൾ സ്വന്തം അച്ഛനെ കൊന്ന ഒരു രാജകുമാരിയാണെന്നും പറഞ്ഞുകൊണ്ടാണ് ഈ എൽബാഫി വെച്ച് അവളെ കണ്ടപ്പോൾ ബ്രൂക്ക് അവളോട് ഫൈറ്റിന് പോയത്. ഇപ്പോൾ ഈ കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ കണ്ടതാണ് കിങ് റുവൻ എന്ന് പറയുന്നത് ബ്രൂക്കിന് എത്രമാത്രം വേണ്ടപ്പെട്ട അല്ലെങ്കിൽ ബ്രൂക്ക് എത്രമാത്രം കടപ്പെട്ടിരിക്കുന്ന ഒരാളാണെന്ന്. ഷുറിയും ബ്രൂക്കുമായിട്ടുള്ള ഒരു ബോണ്ട് കിടിലമാണ്. അതേപോലെ തന്നെ ഷുറിക്ക് അവളുടെ പപ്പ അതായത് കിങ് റുവനെയും ഭയങ്കര ജീവനാണ്. സോ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ കാണിക്കുന്ന എസ്പീരിയ കിങ്ഡത്തിന്റെ ഫ്ലാഷ് ബാക്കിൽ കുറച്ചെങ്കിലും നിഗൂഢതയുണ്ടെന്ന് തോന്നുന്ന ഒരു ക്യാരക്ടർ ഒരേ ഒരാൾ മാത്രമാണ്, അതായത് അവിടുത്തെ റാണി ക്യാൻഡൽ. അവരുടെ ആ അപ്പിയറൻസ് അതിന് ആ ഹോളി നൈറ്റ്സിന്റെ വേഷവിധാനങ്ങളുമായിട്ട് നല്ല സാമ്യമുണ്ട്. പിന്നെ കഴിഞ്ഞ ചാപ്റ്ററിൽ വേൾഡ് ഗവൺമെന്റിനെ എതിർക്കാനായിട്ട് റുവൻ തുടങ്ങുമ്പോൾ റുവനോട് ക്യാൻഡൽ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, ഞാൻ അങ്ങയുടെ കയ്യിലിരിക്കുന്ന ഒരു വാള് പോലെയാണ്, അങ്ങ് എന്ത് തീരുമാനം എടുത്താലും ഞാൻ ഒപ്പം നിൽക്കുമെന്ന്. ഞാൻ അങ്ങയുടെ ഒരു ലോയൽ ബ്ലേഡാണ്, വിശ്വസ്തയാണ് എന്ന്. ഈ ലോയൽ ബ്ലേഡ് എന്നുള്ള പ്രയോഗം നമ്മൾ ഈ അടുത്തിടെ തന്നെ ഈ വൺ പീസിൽ കണ്ടിട്ടുണ്ട്. അതായത് ഗോഡ് വാലി ഇൻസിഡന്റ് ഫ്ലാഷ് ബാക്കിൽ ഗുങ്കോയെ കാണിച്ചപ്പോൾ ഗുങ്കോയുടെ ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എഴുതിയിരുന്നത് ഗോഡ്സ് ലോയൽ ബ്ലേഡ് എന്നായിരുന്നു. സോ ഇനി എസ്പീരിയ കിങ്ഡത്തിൽ എന്തെങ്കിലും ചതിപ്രയോഗം നടത്താനായിട്ട് ഇമു അയച്ച ഒരാളായിരിക്കുമോ ഈ ക്യാൻഡൽ? ഗോഡ് വാലിയിൽ ഗാർലിംഗ് ചെന്നിട്ട് അവിടെ ഒരു ഫാമിലി ഉണ്ടാക്കിയതുപോലെയൊക്കെ ആയിക്കൂടെ? അതേപോലെ തന്നെ ഇമുവിന് സ്വന്തമായിട്ടൊരു ഷേപ്പ്, ഒരു ബോഡി ഇല്ല, മറ്റുള്ളവരുടെ ബോഡി വെസലായിട്ട് ഉപയോഗിച്ചാണ് ഇമു ജീവിക്കുന്നതെന്നും പറഞ്ഞൊരു തിയറി കിടന്ന് കറങ്ങുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഫ്ലവർ റൂമിലൊക്കെ വെച്ച് കാണിച്ചിരുന്ന ആ സിൽവറ്റ് ഇപ്പോഴും ഒരു സ്ത്രീയുടേതാണെന്ന് ആൾക്കാർ വിശ്വസിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ എൽബാഫിൽ കാണുന്ന രൂപം ഇമുവിന്റെ ആ ഡെവിൾ ഫ്രൂട്ടിന്റെ മാനിഫെസ്റ്റേഷൻ ആയിരിക്കാം. സോ ഇമു ഇപ്പോൾ വെസലായിട്ട് ഉപയോഗിക്കുന്നത് ക്യാൻഡലിന്റെ ശരീരമാണെങ്കിലോ? അതായത് ഫ്ലവർ റൂമിൽ ഇരിക്കുന്ന ഒരു വാള് നമ്മൾ കണ്ടിട്ടുണ്ട്, അത് റോക്സിന്റെ വാളായിരിക്കുമെന്ന് കുറെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഈ അടുത്തിറങ്ങിയ ചാപ്റ്റേഴ്സിലെ ക്യാൻഡലിനെ കാണിച്ചപ്പോൾ അവളുടെ കയ്യിൽ ഇരിക്കുന്നതും അങ്ങനത്തെ ഒരു വാളാണ്. എന്തായാലും എസ്പീരിയയിൽ നടന്നത് എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് ബ്രൂക്ക് ഈ ഫ്ലാഷ് ബാക്ക് നറേറ്റ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് കരുതുന്നു. സോ ബ്രൂക്ക് ഇമു ഒക്കെ തമ്മിൽ എന്തൊക്കെയോ വലിയ വലിയ സംഭവങ്ങൾ നടക്കാൻ പോകുന്നുണ്ട്. അതിൻ്റെ ഒരു ഹിന്റ് ആയിരിക്കാം കഴിഞ്ഞ ചാപ്റ്ററിൻ്റെ കവർ പേജിൽ ആ ജെല്ലി ഫിഷിനെ ഇമുവിൻ്റെ കണ്ണ് വരച്ചിട്ട് ഓടെ നമുക്ക് തന്നത്. ഇനി വോയിഡ് സെഞ്ചുറിയെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷേ അതിപ്പോൾ പറയാൻ കഴിയില്ല. ഉടൻ തന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇനി ഇത്തരം വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്ക്, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ. അപ്പോൾ ഓക്കെ, ബൈ.